ഹായ് എവ്രി വൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹാക്കുമായിട്ടാണ്. നമ്മളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഐറ്റം ഉണ്ട്. എന്താ അറിയോ? ലിപ്സ്റ്റിക്സ്. അപ്പം ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് അതിനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, അതായത് ഒരു 7 to 8 hours വരെ അതൊന്നും ആവാണ്ടിരിക്കാനുള്ള ഒരു അടിപൊളി ഹാക്കായിട്ടാണ് ഞാനോട് വന്നിരിക്കുന്നത്. അപ്പോൾ സുസ്വാഗതം ടു ഷിലു ടോക്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് സ്ക്രബാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തികച്ചും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ലിപ് സ്ക്രബാണ്. ഷുഗറും ഹണിയും. അതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാൻ. കണ്ട, ഇങ്ങനെ അധികം ഇങ്ങനെ ഒഴുകി പോകുന്നു ചെയ്യരുത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ഇത്തിരി മതി. കുറച്ച് ഷുഗർ ഇടുക, ഒരു മൂന്ന് തുള്ളിയോ മറ്റോ ഹണി ഒഴിക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണ വരെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പം എൻ്റെ ലിപ്സ് കുറച്ചൊന്ന് ഡ്രൈ ആണ്. അപ്പം ഞാനിത് സ്ക്രബ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സ്ക്രബ് ഇട്ടിട്ട് എന്താ പറയുക, ഒരു 1 or 2 minutes നന്നായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. ഭയങ്കര ഫോഴ്സ് ഇട്ട് ഉരയ്ക്കരുത്. ഷുഗർ കുറച്ച് ഹാർഷാവും. നമ്മുടെ ലിപ്പ് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് 1 to 2 minutes ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഡെഡ് സെൽസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം, സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് കഴുകിക്കളയാം. ഓക്കെ. അപ്പം സ്ക്രബൊക്കെ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ലിപ്സൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യുക. ലിപ്സ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലിപ് ബാം ഉപയോഗിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ലിപ് ബാം ഉപയോഗിക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബോഡി ഷോപ്പിൻ്റെ ബോൺ ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ലിപ് ബാം കയ്യിലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു 10 to 15 minutes മോയ്സ്ചറൈസർ നമ്മുടെ ലിപ്സിൽ തന്നെ കിടക്കണം. അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പം നമ്മളിപ്പം സ്റ്റെപ്പ് 3യിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പം ലിപ്പ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു 10-15 minutes ആയി. ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു, ബേസ് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലിപ് ബാം അപ്ലൈ ചെയ്തത് ഒരു ടിഷ്യൂവിനെ കൊണ്ട് മെല്ലെ തുടച്ചെടുക്കുക. ഓക്കെ. അപ്പം നമ്മളിപ്പം ലിപ് ബാം അപ്ലൈ ചെയ്തതൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഫേവററ്റ് കളർ ലിപ്സ്റ്റിക് എടുക്കുക. ലിപ് ക്രയോണോ, സാധാരണ ലിപ്സ്റ്റിക്കോ, അല്ലെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ സിഫോറയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് നല്ല ഡാർക്ക് റെഡാണ്. ഇത് വളരെ എന്താ പറയുക, സട്ടിലായിട്ടുള്ള മേക്കപ്പിൻ്റെ കൂടെ ലിപ്സ് മാത്രം ബോൾഡായിട്ടുള്ള എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഒരു കളറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, വീഡിയോന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളർ ചൂസ് ചെയ്തതാണ്. ഇത് ഷെയ്ഡ് നമ്പർ 96 ആണ്. സിഫോറേൻ്റെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഓക്കെ. അപ്പം ഇത് അപ്ലൈ ചെയ്യാം. ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നവർ ഈ സ്റ്റേജിൽ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുക. ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല. അപ്പം ഡയറക്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര കെയർഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങൾ ആദ്യം തന്നെ എല്ലാ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങാനും തെറ്റിക്കഴിഞ്ഞ് ആകെ അലങ്കോലമാവും. അപ്പം ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ. ആദ്യം തന്നെ നിങ്ങൾ അപ്പർ ലിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇവിടെ ക്യൂപിഡ്സ് ബോണിൻ്റെ അവിടെ ഒരു എക്സ് മാരി കണ്ട, എക്സ് മാരി ഇങ്ങനെ എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ബ്ലോട്ട് ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ ഇനി സ്റ്റെപ്പ് 4 ആണ്.
സ്റ്റെപ്പ് 4 ആണ് നമ്മളുടെ ആ മാജിക്കൽ സ്റ്റെപ്പ്. അപ്പം ഇപ്പം നമ്മുടെ ഒരു കോട്ട് ഓഫ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എക്സസ് ഉള്ളത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളുടെ ഇവിടുത്തെ ഈ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ രണ്ടാക്കുക. കണ്ടോ, എല്ലാ ടിഷ്യൂ പേപ്പറും അങ്ങനെ 2 പ്ലൈ ടിഷ്യൂ പേപ്പറാണ് വരിക. അപ്പം അതിൻ്റെ ഒരു സിംഗിൾ പ്ലൈ നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റിൻ്റെ പൗഡറോ ഫൗണ്ടേഷൻ പൗഡറോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ടൊരു ശകലം കയ്യിലേക്ക് എടുക്കുക. കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ കാണിക്കുന്നതിൻ്റെ ഇടയിലേക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ചുണ്ടിൻ്റെ മുകളിലേക്ക് വെക്കുക. ഞാൻ അവിടെ പൗഡറിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ബ്രഷ് എന്തെങ്കിലും എടുക്കുക. ബ്രഷോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മേക്കപ്പ് ബ്രഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി ബ്ലെൻഡറോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ടിഷ്യൂ ഇങ്ങനെ ലിപ്സിൻ്റെ മുകളിൽ വയ്ക്കുക. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തു നമ്മളുടെ ലിപ്സിൻ്റെ മുകളിൽ. ഇപ്പം നിങ്ങളുടെ ലിപ്സ്റ്റിക്ക് ഇൻ പ്ലേസ് ആണ്, അതിനി എവിടെയും പോകാൻ പോകണില്ല. ഇതാണ് നമ്മളുടെ മാജിക് ഹാക്ക്. അപ്പം ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയും ഒരു കോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്യാം. ഒരു 7-8 മണിക്കൂറിലേക്ക് ആ ലിപ്സ്റ്റിക്ക് എവിടെയും പോകാൻ പോകണില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ലിപ്സ്റ്റിക് ഹാക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും